ആത്മാവിനെ കാണുക, പ്രേതബാധ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾ നേരിട്ട് അനുഭവപ്പെട്ടതായിട്ടാണ് നമ്മളിൽ പലർക്കുമുള്ള കേട്ടറിവുകൾ. പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. ഒരു വാഹനത്തിൽ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടായാൽ സംഭവിക്കാവുന്ന പ്രശ്നങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അങ്ങനെയൊരു സംഭവത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ പേര് പ്രശാന്ത്. ഞാനൊരു കാർ മെക്കാനിക്കാണ്. എനിക്ക് നാട്ടിൽ സ്വന്തമായി ഒരു വർക്ക്ഷോപ്പുണ്ട്. എൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ സഹായത്തിന് ഒരു പയ്യനുണ്ട്. അവൻ്റെ പേര് നവീൻ. ഞാൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കുറച്ചു കാലം ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയിരുന്നു. അവിടെ 3 വർഷം ജോലി ചെയ്തു. അതിനുശേഷമാണ് ഞാൻ സ്വന്തമായി നാട്ടിൽ വർക്ക്ഷോപ്പ് ഇട്ടത്. നവീൻ എൻ്റെ കൂടെ കൂടിയിട്ട് ഏതാണ്ട് 8 വർഷത്തോളമായി. ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയ ആദ്യത്തെ വർഷം എനിക്കുണ്ടായ ഒരു പേടിപ്പെടുത്തിയ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ സംഭവം നടക്കുന്നത് ഉദ്ദേശം 6 വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് കൊറോണ കേരളത്തിൽ വ്യാപിച്ച സമയത്ത്. അന്ന് ഞങ്ങൾക്ക് പൊതുവെ വർക്ക് കുറവായിരുന്നു. കടകൾ തുറക്കാത്ത സമയം. അന്ന് വർക്ക്ഷോപ്പും ഏതാണ്ട് ഇതേ അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫീൽഡിൽ പോയി വാഹനങ്ങൾ നന്നാക്കി കൊടുക്കേണ്ട സ്ഥിതിയായിരുന്നു. മിക്ക സമയങ്ങളിലും ഞാനും നവീനും ഒരുമിച്ചായിരുന്നു ഫീൽഡിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി 9 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ എനിക്കൊരു കോൾ വന്നു. ഞാൻ ഫോൺ എടുത്ത് നോക്കി. നവീനായിരുന്നു വിളിച്ചത്. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. നവീനെ പറയടാ. പ്രശാന്തേട്ടാ, എനിക്കിപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു കോൾ വന്നിരുന്നു. അവിടെയുള്ള ഒരു ആംബുലൻസ് രോഗിയുമായി വരുമ്പോൾ വഴിയിൽ വെച്ച് കേടായിട്ടുണ്ട്. നന്നാക്കാൻ വരുമോ എന്ന് ചോദിച്ചു. എന്താ ചെയ്യുക? അവർ പകരം വേറെ ആംബുലൻസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കൊറോണ സമയമായതുകൊണ്ട് ആംബുലൻസിന് ആവശ്യം കൂടുതലാണത്രേ. ഞാനെന്താ പറയേണ്ടത്? നവീൻ ചോദിച്ചു. നീ വരാമെന്ന് പറ. ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ ഓടുന്ന വാഹനമല്ലേ. വേറെ വല്ല വണ്ടിയുമാണെങ്കിൽ നമുക്ക് നാളെ നോക്കാമായിരുന്നു. ഇത് നമുക്ക് ഇപ്പോൾ തന്നെ പോയി ശരിയാക്കാം. നീ ലൊക്കേഷനും ഡ്രൈവറുടെ നമ്പറും വാങ്ങിക്ക്, ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഫോൺ കട്ട് ചെയ്തു. അമ്മയോട് കിടന്നോളാൻ പറഞ്ഞ് വർക്ക്ഷോപ്പിൻ്റെ താക്കോലും എടുത്ത് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. ചെറിയ തോതിൽ മഴ ചാറി തുടങ്ങിയിരുന്നു. ഞാൻ റെയിൻകോട്ട് എടുത്തിട്ടു. ഞാൻ എൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു. വീട്ടിൽ നിന്നും 4 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വർക്ക്ഷോപ്പിലേക്ക്. ഞാൻ വേഗം അവിടേക്ക് വെച്ച് പിടിച്ചു. മിനിറ്റുകൾ കൊണ്ട് ഞാൻ വർക്ക്ഷോപ്പിലെത്തി. പുറത്ത് ലൈറ്റിട്ട് വർക്ക്ഷോപ്പ് തുറന്ന് പണിയായുധങ്ങൾ ബാഗിലാക്കി ഞാൻ പുറത്തിറങ്ങി. ബൈക്കിൽ കയറും മുമ്പ് ഞാൻ നവീനെ വിളിച്ചു. നവീനെ, ഞാൻ വർക്ക്ഷോപ്പിൽ നിന്നും ഇറങ്ങുകയാണ്. നീ റെഡിയായി വീടിൻ്റെ മുന്നിൽ നിൽക്ക്. നവീനോട് തയ്യാറായിരിക്കാൻ പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ്റെ വീട്ടിലേക്ക് പോയി. ഞാൻ ചെല്ലുമ്പോൾ അവൻ ഗേറ്റിന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ ബൈക്കിൻ്റെ പിന്നിൽ കയറി. നീ ഡ്രൈവറെ കോൺടാക്റ്റ് ചെയ്ത് നോക്കിയോ? എവിടെയാണ് വണ്ടിയുള്ളത്? ഞാൻ ചോദിച്ചു. ഞാൻ വിളിച്ചിരുന്നു പ്രശാന്തേട്ടാ. അയാൾ എനിക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. റാന്നി എരുമേലി റോഡിലാണ് ലൊക്കേഷൻ കാണുന്നത്. ഇവിടെ നിന്ന് ഒരു 18 കിലോമീറ്റർ വരും, നവീൻ പറഞ്ഞു. ഞാൻ ബൈക്കിൻ്റെ സ്പീഡ് ഒന്നുകൂടി കൂട്ടി. മഴയുടെ ശക്തി കൂടി വരുന്നതായി എനിക്ക് തോന്നി. കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾ റാന്നി എരുമേലി റോഡിലേക്ക് പ്രവേശിച്ചു. റോഡിന് നടുവിലൂടെയുള്ള വഴിയാണ്. വന്യമൃഗങ്ങൾ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ഞാൻ ജാഗ്രതയോടെ വണ്ടി ഓടിച്ചു. ഈ കാട്ടിലൊക്കെ പെട്ടുപോയാൽ അപകടമാണ്. എപ്പോഴാണ് വന്യമൃഗങ്ങൾ വരിക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ശ്രദ്ധയോടെ മുന്നോട്ട് പോയി. ഞങ്ങൾക്ക് ചെറിയൊരു ഭയം ഇല്ലാതിരുന്നില്ല. ഒരു 4 കിലോമീറ്റർ മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ ദൂരെയായി ആംബുലൻസ് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. ഞാൻ ആംബുലൻസിൻ്റെ മുന്നിലായി ബൈക്ക് നിർത്തി. ഡ്രൈവർ ഉള്ളിൽ നിന്നും ഇറങ്ങി വന്നു. എന്താണ്, എന്തു പറ്റി? ഞാൻ ചോദിച്ചു. അറിയില്ല, പെട്ടെന്ന് എഞ്ചിൻ ഇടിച്ചു നിൽക്കുകയായിരുന്നു, ഡ്രൈവർ പറഞ്ഞു. ആ വാഹനത്തിൽ രോഗിയും 2 ബന്ധുക്കളും ഉണ്ടായിരുന്നു. അതൊരു മാരുതി ഇക്കോ വാഹനമായിരുന്നു. ഞാൻ ബോണറ്റ് പൊക്കി നോക്കി. ഞാൻ വണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ആംബുലൻസ് വന്നത്. അത് ആശുപത്രിയിൽ നിന്നും ഏർപ്പാടാക്കിയ ആംബുലൻസ് ആയിരുന്നു. ഞങ്ങൾ ആ രോഗിയെ പുതുതായി വന്ന ആംബുലൻസിലേക്ക് മാറ്റി. ശേഷം ആംബുലൻസ് അവിടെ നിന്ന് പോയി. കുറച്ചു നേരത്തെ പരിശോധനയ്ക്ക് ശേഷം ഞാൻ വണ്ടിയുടെ പ്രശ്നം കണ്ടുപിടിച്ചു. വണ്ടിയുടെ ഫ്യൂൽ ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആണ്. ഞാൻ നവീനോട് പറഞ്ഞു. എടാ, നീ വർക്ക്ഷോപ്പ് വരെ ഒന്ന് പോകണം. ഫ്യൂൽ ഇഞ്ചക്ടർ മാറ്റേണ്ടി വരും. ബൈക്ക് എടുത്തോ, വേഗം പോയി വാ. അയ്യോ ചേട്ടാ, ഞാൻ ഈ കാട്ടിലൂടെ എങ്ങനെയാ ഒറ്റയ്ക്ക് പോവുക? ചേട്ടനും കൂടി വാ. അന്നാണ് അവന് കുറച്ച് പേടിയുടെ അസുഖമുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു. നിങ്ങൾക്കിവിടെ തനിച്ച് നിൽക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ പോയിക്കോളാം. ഞാനത് സമ്മതിച്ചു. അവർ 2 പേരും ബൈക്കെടുത്ത് വർക്ക്ഷോപ്പിലേക്ക് പോയി.
അത് ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഞാൻ വണ്ടിയുടെ ബോണറ്റ് താഴ്ത്തി വണ്ടിയിൽ കയറിയിരുന്നു. പെട്ടെന്ന് മഴ ശക്തമാവാൻ തുടങ്ങി. അപ്പോൾ സമയം ഏകദേശം 11 മണി കഴിഞ്ഞിരുന്നു. എനിക്ക് ചെറിയ തോതിൽ ഉറക്കം വരുന്നതായി തോന്നിത്തുടങ്ങിയിരുന്നു. പെട്ടെന്ന് മുന്നിൽ കുറച്ച് ദൂരെയായി കത്തിയിരുന്ന സ്ട്രീറ്റ് ലൈറ്റ് കെട്ടു. എൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭയം തോന്നിത്തുടങ്ങി. റോഡ് മുഴുവൻ ഇരുട്ടിലാണ്. എങ്കിലും കുറച്ച് സമയം ഉറങ്ങാമെന്ന് കരുതി ഞാൻ സീറ്റ് പിന്നിലേക്ക് തിരിച്ച് ഗ്ലാസ് അല്പം താഴ്ത്തി കണ്ണടച്ച് കിടന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. ആ റോഡ് മുഴുവൻ ഇപ്പോൾ ഇരുട്ടിലാണ്. പക്ഷേ ഇടയ്ക്ക് വാഹനങ്ങൾ റോഡിലൂടെ കടന്നു പോകുന്നുമുണ്ട്. ആ ധൈര്യത്തിൽ ഞാൻ കണ്ണടച്ച് കിടന്നു. പെട്ടെന്ന് കാറിൻ്റെ ഡോർ ആരോ വലിച്ചടയ്ക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. മഴ അപ്പോഴേക്കും മാറിയിരുന്നു. കണ്ണു തുറന്നപ്പോൾ കാറിന് മുന്നിൽ നിന്ന് വെളുത്ത പുക ഉയരുന്നതായി എനിക്ക് തോന്നി. ഞാൻ നോക്കി നിൽക്കെ ആ പുകയ്ക്ക് മനുഷ്യരൂപം കൈവരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ഞെട്ടിത്തെറിച്ച് വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. ഞാൻ ഫോണെടുത്ത് നവീൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷേ കാട്ടിനകത്തായതുകൊണ്ട് സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിയർത്ത് കുളിക്കാൻ തുടങ്ങി. പുറത്തേക്ക് ഇറങ്ങിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ അത് കൂടുതൽ അപകടമായാലോ? പുറത്തേക്കിറങ്ങാനുള്ള ആ ധൈര്യവും നഷ്ടപ്പെട്ടു. വാഹനത്തിന് ചുറ്റും ആരൊക്കെയോ നടക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വാഹനം ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്തു. ഞാൻ വണ്ടിയുടെ സൈഡ് മിററിൽ നോക്കി. വണ്ടിയുടെ പിറകിൽ വെളുത്ത പുകയുടെ രൂപത്തിൽ 2 പേർ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു ഉരുണ്ടുകയറ്റം തോന്നിത്തുടങ്ങി. 2, 3 നിഴലുകൾ വാഹനത്തിന് ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു മങ്ങിയ ദൃശ്യം എനിക്ക് ഉള്ളിലിരുന്ന് നോക്കിയപ്പോൾ അനുഭവപ്പെട്ടു. ഞാൻ വണ്ടിയുടെ കീ ഓൺ ചെയ്ത് ലൈറ്റ് ഇടാൻ ശ്രമിച്ചു. പക്ഷേ അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തു. ഞാൻ ലൈറ്റ് അടിച്ചു നോക്കിയപ്പോൾ വാനിൻ്റെ ഉള്ളിൽ മോയ്സ്ചർ നിറഞ്ഞിരുന്നു. ഞാൻ കൈകൊണ്ട് അത് തുടച്ചു മാറ്റി. ഞാൻ മുന്നിലെ ഗ്ലാസ്സിലൂടെ ടോർച്ചടിച്ച് നോക്കി. കറുത്ത 3 നിഴലുകൾ വാഹനത്തിന് മുന്നിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാനിനി സ്വപ്നം കാണുകയാണോ? ഞാൻ തല നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ച് കുലുക്കിയ ശേഷം ഒന്നുകൂടി കണ്ണു തുറന്നു നോക്കി. ഇല്ല, നേരത്തെ കണ്ട നിഴലുകൾ മുന്നിൽ കാണാനില്ല. ഞാൻ കാറിൻ്റെ ഗ്ലാസ്സിലൂടെ മുന്നോട്ട് തന്നെ നോക്കിയിരുന്നു. പെട്ടെന്ന് പിറകിൽ എന്തോ ഇടിക്കുന്ന ശബ്ദം കേട്ട് ഞാൻ പിന്നോട്ട് തിരിഞ്ഞു നോക്കി. കാറിൻ്റെ പിറകിൽ ഗ്ലാസ്സിലൂടെ ഒരു നിഴൽ ഞാൻ കണ്ടു. എനിക്ക് സമനില ഏറെക്കുറെ തെറ്റി തുടങ്ങിയിരുന്നു. പുറത്തിറങ്ങി നോക്കാനുള്ള ധൈര്യം ഒട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ വണ്ടിയുടെ ഹോൺ നിർത്താതെ അടിക്കാൻ തുടങ്ങി. ഒരു 3-4 മിനിറ്റ് ഞാൻ തുടർച്ചയായി ഹോൺ അടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴും ചെറിയ നിഴലുകൾ വാഹനത്തിന് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാറിൽ നിന്ന് നിലവിളിച്ചു. ഗ്ലാസ് കയറ്റിയിട്ടിരുന്നത് കൊണ്ട് ശബ്ദം പുറത്തേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ബോധം നഷ്ടപ്പെട്ട് ഞാൻ സീറ്റിലേക്ക് മറിഞ്ഞു വീണു. എത്ര സമയം അങ്ങനെ കിടന്നു എന്നറിയില്ല. പിന്നീട് വണ്ടിയിൽ ആരോ ശക്തിയായി മുട്ടുന്നത് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. നേരത്തെ സംഭവിച്ചത് സ്വപ്നമാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കണ്ണു തുറന്നു. അത് നവീനും ഡ്രൈവറുമായിരുന്നു. ഞാൻ വാതിൽ തുറന്നു. ഞാനാകെ വിയർത്ത് കുളിച്ചിരുന്നു. എന്നെ കണ്ടതും നവീൻ ചോദിച്ചു, "എന്താ ചേട്ടാ, എന്ത് പറ്റി? ആകെ വിയർത്തിരിക്കുന്നല്ലോ." "ഒന്നുമില്ലടാ, എന്തൊരു വയ്യായിക. പ്രഷർ വേരിയേഷൻ വന്നതാണെന്ന് തോന്നുന്നു." ഞാൻ അവരോട് സംഭവിച്ചതൊന്നും പറഞ്ഞില്ല. ഞാൻ അവരറിയാതെ എൻ്റെ സമനില വീണ്ടെടുക്കാൻ ശ്രമിച്ചു. വണ്ടിയിലുണ്ടായിരുന്ന ഒരു കുപ്പി വെള്ളം ഡ്രൈവർ എനിക്ക് എടുത്തു തന്നു. ഞാനത് മുഴുവൻ കുടിച്ചു തീർത്തു. അപ്പോഴാണ് ശ്വാസമൊന്ന് നേരെ വീണത്. "നവീനെ, നീ ഇതിൻ്റെ ഇഞ്ചക്ടർ ഒന്ന് മാറ്റിയിട്. എനിക്കെന്തോ വയ്യ. വല്ലാത്ത ക്ഷീണം." നവീൻ ആംബുലൻസിൻ്റെ ഇഞ്ചക്ടർ മാറ്റിയിട്ടു. "എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബൈക്കിൽ പോകണ്ട. ഞാൻ ആംബുലൻസിൽ ഇറക്കി തരാം," ഡ്രൈവർ പറഞ്ഞു. "അത് കുഴപ്പമില്ല. ഇപ്പോൾ ഓക്കെയായി. നിങ്ങൾ പൊയ്ക്കോളൂ. ഞങ്ങൾ ബൈക്കിൽ വന്നോളാം," ഞാൻ പറഞ്ഞു. ആ ഡ്രൈവർ ഞങ്ങളോട് നന്ദി പറഞ്ഞു. പണിക്കൂലി കയ്യിൽ തന്നിട്ട് ആംബുലൻസ് സ്റ്റാർട്ട് ചെയ്ത് ദൂരേക്ക് പാഞ്ഞുപോയി. എനിക്കെന്തോ അപ്പോഴും ഉള്ളിൽ ഭയം വിട്ടു പോയിട്ടുണ്ടായിരുന്നില്ല. ആരൊക്കെയോ ചുറ്റും നിൽക്കുന്ന പോലെയുള്ള തോന്നലായിരുന്നു. "ചേട്ടാ വാ, നമുക്ക് പോകാം." നവീൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അവൻ്റെ പിറകിൽ കയറി. നവീൻ ബൈക്ക് മുന്നോട്ടെടുത്തു. കുറച്ചു ദൂരം എത്തിയപ്പോൾ ഞാൻ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. എനിക്ക് അപ്പോഴും ആരൊക്കെയോ അവിടെ നിൽക്കുന്ന പോലെ തോന്നി. ഞാൻ നവീനോട് വണ്ടി നിർത്താൻ പറഞ്ഞു. അവനോട് ഞാൻ പിന്നീടൊന്നും മറച്ചു വെച്ചില്ല. ഞാൻ ഉണ്ടായതെല്ലാം തുറന്നു പറഞ്ഞു. "ചേട്ടാ, ഈ കാടിൻ്റെ നടുക്ക് ഒറ്റയ്ക്കിരുന്നപ്പോൾ വല്ല ദുസ്വപ്നവും കണ്ടതാവും. എവിടെ നോക്കട്ടെ? ഞാനൊന്നും കാണുന്നില്ലല്ലോ. ഇനി ചിലപ്പോൾ വല്ല കള്ളന്മാരുമാണെങ്കിലോ? അങ്ങനെയും സംഭവിക്കാമല്ലോ. ചേട്ടൻ ഒറ്റയ്ക്കായപ്പോൾ ഭയം കാരണം പ്രേതമായി തോന്നിയതാണെങ്കിലോ? ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ ശരിയായിക്കോളും. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെ അവരെന്തെങ്കിലും ചെയ്യണ്ടേ? ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. എന്തോ ആലോചിച്ച് കിടന്നപ്പോൾ സ്വപ്നം കണ്ടതാവും. ചേട്ടനത് വിട്ടുകളാ. ഇനി ചേട്ടന് അത്ര നിർബന്ധമാണെങ്കിൽ നമുക്ക് നാളെ സ്റ്റേഷനിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാം.
ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പോവാം. നവീൻ ബൈക്ക് മുന്നോട്ടെടുത്തു. പക്ഷേ അത് അത്ര പെട്ടെന്ന് വിട്ടുകളയാൻ എനിക്ക് മനസ്സ് വന്നില്ല. മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായി ഞാൻ അവൻ്റെ പിറകിലിരുന്നു.